ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ സാധാരണ കാണുന്നതിലല്ലാത്തൊരു വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഞാൻ കുറച്ച് ഷിഫ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, നമ്മൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാൻ വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവസാനത്തെ ടൈമുകളിൽ നമ്മുടെ പ്രിപ്പറേഷൻ അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ മിസ്റ്റേക്സുകൾ ഉണ്ടാവും. കാരണം അവസാനത്തെ ഘട്ടത്തിൽ, മുന്നത്തെ പ്രിപ്പറേഷനല്ല, നമ്മൾ അവസാന എക്സാമിനോട് അടുത്തെത്തുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്കിൽ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ കാണിക്കും എന്നുള്ളതാണ്. സോ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോകാം. കാരണം അങ്ങനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവരങ്ങ് അത് ആ ഒരു സ്വഭാവം കൂടെ മാറ്റി വെക്കട്ടെ. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, എൻ്റെ അടുത്ത് ചോദിക്കുക. എനിക്കിപ്പോൾ ചോദിക്കുന്നവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം വരെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സാമിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തളർത്തുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമോഷൻസ്. അതായത് ഇപ്പം ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ട് വേണമെങ്കിലും ആവാം. അതായത് ഒന്നുകിൽ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചിലവർക്കാണെങ്കിൽ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കിട്ടുന്നില്ല, ചിലവർക്കാണെങ്കിൽ വീട്ടുകാരുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേന് വിഷമമാണ്. കാരണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാർക്ക് ടെൻഷനാവും, അവർ കഷ്ടപ്പെട്ട് നമ്മുടെ നോക്കിയതാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതാണ്. അങ്ങനെ പല തരത്തിലാണ് നമുക്ക് വിഷമങ്ങളും അല്ലെങ്കിൽ ഇമോഷൻ എന്ന് തന്നെ പറയാം നമുക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടി നിങ്ങളെപ്പോലെ തന്നെ പല ആൾക്കാരും കടന്നു പോയിട്ടുണ്ടാവും, ഇൻക്ലൂഡിങ് മീ. ഞാനും കടന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഇമോഷൻസ് നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ ദിവസം തള്ളി നീക്കി നമുക്ക് എക്സാമിലോട്ട് എത്തി നമ്മളിങ്ങനെ എന്താ പറയുക ഒന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ എത്തുന്നതിനേക്കാളും വളരെ ഉചിതമായ തീരുമാനം എന്ന് പറയും നമ്മൾ പതുക്കെ അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വക ചിന്തകളൊക്കെ നമുക്കുണ്ടാകും. നമ്മൾ മനുഷ്യരാണ്, നമുക്കങ്ങനെ തോന്നലുകൾ വരും, വിഷമങ്ങൾ വരും, ടെൻഷൻ വരും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോർമലാണെന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതിൽ ഓവർകം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം അത് ഓവർകം ചെയ്ത് വരുന്ന കുറേ ആൾക്കാർ, കുറേ സ്റ്റുഡൻസ് നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും ചില കുട്ടികൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറയുന്നതിന് പല റീസൺസ് ഉണ്ട്. അതിലൊരു റീസണാണ് ഓവർ കോൺഫിഡൻസ്. നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായാലും പ്രശ്നമാണ്, കോൺഫിഡൻസ് കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരു മിതമായ ലെവലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം അതുപോലെ തന്നെ ഓവർ എക്സൈറ്റഡ്, അതായത് നമുക്ക് റാങ്ക് കാണാനുള്ളൊരു ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം ചിലപ്പോൾ ടെൻഷൻ എന്നുവെച്ചാൽ ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുള്ള തിങ്കിങ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോബ്ലംസൊക്കെ നമ്മൾ സോൾവ് ചെയ്യത്തില്ല, നമ്മൾ തെറ്റിച്ച് സോൾവ് ചെയ്യും. കാരണം ആ എക്സൈറ്റ്മെൻറ്റ് ഉള്ളിൽ കിടക്കുകയാണ്. സോ ഇതൊന്നും നമുക്കിവിടെ ഈ ഒരു ടൈമിൽ ആവശ്യമുള്ള കാര്യമല്ല. ഇവിടെ നമുക്കെല്ലാം ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ. ഒന്നും കൂടുതലും ആവാൻ പാടില്ല, ഒന്നും കുറയാനും പാടില്ല. ആ ഒരു ലെവലിൽ കൊണ്ടുപോയോ ഇനി എങ്ങനെയാണ് ഇതിനൊരു ലെവലിൽ കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ചൊന്നും നിൽക്കേണ്ട. ഒരുപാട് ടെൻഷൻ വരുവാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് മാത്രം ചിന്തിക്കുക. നാളത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പ്ലാനും സ്റ്റഡി പ്ലാൻസും എല്ലാം ഉണ്ട്, കൂടുതൽ ഇനി പ്ലാൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പം നാളത്തെ കാര്യം എന്ന് പറയുന്നത് നാളെയാണ്, നാളെ ചെയ്യാനുള്ളത് നാളെ. അങ്ങനെ മനസ്സിലായോ? ആ ഒരു സംഭവമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നോ നെഗറ്റീവ് തിങ്കിങ്. നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കഴിവ് തെളിയിച്ചിട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്നത്, അല്ലേ? നിങ്ങൾ അത്രയും മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങളെല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ ആ കഴിവിനെ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു, എങ്ങനെ നിങ്ങളത് കുറച്ചുകൂടെ എന്താ പറയുക പോളിഷ് ചെയ്തെടുക്കുന്നു എന്നുള്ള ബേസിസിലാണ് ഓരോ റാങ്കുകളും കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല, അങ്ങനെയുള്ള ചിന്ത എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക ഭീരുക്കൾ പറയുന്ന ഡയലോഗാണ് അത്. എനിക്ക് കഴിയില്ല, ഈ പറയുന്ന എക്സ്ക്യൂസസ്, റീസൺസ്, അതൊക്കെ ഭീരുക്കൾ പറയുന്നതാണ്. കാരണം അവരുടെ മനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയത്തില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ട് അവർ മനസ്സിൽ പറഞ്ഞു വെച്ചിട്ട് അവർ കാരണങ്ങൾ തേടുകയാണ്. അവർക്ക് കഴിയത്തില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കാരണങ്ങൾ തേടുകയാണ്. അപ്പോൾ അവർ ശരിക്കും അവരങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നോ നെഗറ്റീവ് തിങ്കിങ്. ഇവിടെ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക തോട്ട് ലെവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സ്ലീപ്പിൻ്റെ കാര്യമാണ്.
ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ട് ഒരുപാട് പേര് 1, 2, 3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഇവിടെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് പല തരത്തിൽ എന്താ പറയുക സ്വഭാവമുള്ള കുട്ടികളാണ്. സ്വഭാവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉറക്കത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ എടുത്ത് പറയുന്നത്. കാരണം ചില കുട്ടികൾക്ക് നിങ്ങൾ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറേ കുട്ടികൾ ഉറങ്ങുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ചില കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, അയ്യോ ഞാൻ പഠിക്കുന്നില്ലല്ലോ, ആ കൊച്ചിരുന്ന് പഠിക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലായോ? അങ്ങനത്തെ ഒരു എന്താ പറയുക മോശ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഒട്ടും പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. കാരണം എല്ലാ മനുഷ്യരും ഉറങ്ങും, അതൊരു കാര്യം. മിനിമം നമുക്കൊരു 6 മണിക്കൂർ സ്ലീപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ എപ്പോൾ പഠിക്കുന്നു എപ്പോൾ ഉറങ്ങുന്നു എന്നുള്ളൊരു സംഭവമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര ക്വാളിറ്റിയോടെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം വന്നേക്കുന്നത്. ഇപ്പോൾ മറ്റേ ആൾ പഠിക്കുന്നു, ആ സമയത്ത് ഞാൻ ഉറങ്ങുകയാണ്, അപ്പോൾ എനിക്ക് റാങ്ക് കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു സംഭവം അത് റൈറ്റായിട്ടുള്ള കാര്യമല്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എത്ര നന്നായിട്ട് പഠിക്കുന്നു, നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് ശരിയാക്കാൻ പറ്റുന്നു, അത് നമുക്ക് നാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ അതായത് ഇന്ന് നമ്മൾ പഠിച്ചത് എത്ര സമയം വരെ ഓർമ്മയിൽ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് എത്ര പ്രാക്ടീസ് ചെയ്ത് എടുക്കുന്നു എന്നുള്ള നമ്മുടെ ഇഫേർട്ടിലാണ് കാര്യം ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റേ ആൾ പഠിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു, അല്ലെങ്കിൽ മറ്റേ ആൾ ഉറങ്ങുമ്പോഴത്തേനും നമ്മൾ പഠിക്കുന്നു, അതുകൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയം അത്യാവശ്യം നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. മറ്റൊരാളുടെ കാര്യം ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ ഇനി മുതൽ എന്താ പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് അയ്യോ ഇനി സമയമില്ല, അത് കാരണം എനിക്ക് കുറച്ച് സമയം ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ പോകുന്നത് തെറ്റായ വഴിയിലൂടെയാണ്. കാരണം ഉറക്കം നല്ലതായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദിവസമാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ അത് അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ എന്താ പറയുക ഒരു ഡോക്ടറായിട്ട് നിന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ബ്രെയിനും ടയേർഡ്നെസ് ഉണ്ട്. ഓക്കെ, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് ബ്രെയിനിന് ആവശ്യമാണ്. അത് നിങ്ങൾക്ക് എത്ര ഇപ്പോൾ തലയിൽ കയറുമെന്നും മനസ്സിലാകത്തില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന സംഭവം ഉറക്കം സാക്രിഫൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും നേടാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ച് മറന്നു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ടയേർഡാകും എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയത്തില്ല. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. കറക്റ്റ് നിങ്ങൾ ഉറങ്ങുക. കറക്റ്റ് നിങ്ങൾക്ക് എത്രയാണോ സ്ലീപ്പ് ആവശ്യമായിട്ടുള്ളത് അത്രയും സമയം ഉറങ്ങുക. എന്ന് പറയും 10 മണിക്കൂറൊന്നും ഉറങ്ങാനല്ല, അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, കുറച്ച് ഓവറല്ലേ. അപ്പം ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ചീറ്റ് ചെയ്യാതെ മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ചീറ്റ് ചെയ്യാതിരിക്കുക. കാരണമൊന്നുമില്ല, ചീറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാകട്ടെ, അപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഞാൻ ഇത്രയും നാൾ നന്നായിട്ട് പഠിച്ചല്ലോ, ഇനി ഒരു ദിവസം ഞാൻ ബ്രേക്ക് എടുക്കാം. ആക്ച്വലി നിങ്ങൾക്കത് ചെയ്യാം, തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം അങ്ങനെ ബ്രേക്ക് എടുക്കണം. പക്ഷേ നിങ്ങളിപ്പോൾ അവസാനത്തെ ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ബ്രേക്ക് എടുക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ ചുറ്റുപാടുള്ള കുട്ടികളായിക്കോട്ടെ, നിങ്ങളുടെ ഒരുപാട് പേര് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ വരും. അതായത് നമ്മൾ ഒരുപാട് പഠിക്കുന്നു, നമുക്കൊന്ന് എന്താ പറയുക നമുക്കൊന്ന് എവിടെയെങ്കിലും പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ചില്ല് ചെയ്തിട്ട് വരാം, അങ്ങനത്തെ ഒരു പരിധി വരെ നല്ലതാണ്. അങ്ങനെ ഒരു മൈൻഡ് റിഫ്രഷ്മെൻറ്റ് ഉണ്ടാകും. പക്ഷേ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ഒരുപാട് പഠിച്ചു, ഇന്നത്തെ ടോപ്പിക് എന്നിട്ട് പെൻഡിങ് ആണ്, നിങ്ങൾ നാളെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് പക്ഷേ ടൈം ഉണ്ട്, അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ഇഞ്ചോട് പോരാട്ടം നടത്തുന്നൊരു സമയത്താണ്. ഇപ്പം നിങ്ങളുടെ അപ്പുറത്ത് നിന്നിട്ട് ഒരുപാട് കുട്ടികൾ ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ ഫുള്ളി അതിലോട്ട് ഇൻവോൾവ് ആയി നിൽക്കുന്ന കുറേ കുട്ടികൾ ഉണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങൾ വിട്ടുകൊടുക്കുന്ന ഓരോ മിനിറ്റും അപ്പുറത്തിരുന്ന് ഓരോ കുട്ടികളും ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ കളയുന്ന ഒരു മിനിറ്റ് പോലും മറ്റേ ആൾക്ക് കയറിപ്പോകാനുള്ളൊരു സാഹചര്യമാണ് നിങ്ങൾ വിട്ടുകൊടുക്കുന്നത്. സോ നിങ്ങൾ ഈ പറയുന്ന ടൈമിലാണെങ്കിലും, നിങ്ങൾ ഈ കളയുന്ന ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും മറ്റേ ഒരു ഓപ്പോസിറ്റ് ഇരുന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത കുറേ ആൾക്കാരുകളുണ്ട് ഇവിടെ ഇരുന്ന് പഠിക്കുന്ന, ഇന്ത്യക്കകത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് തന്നെ, അവരെയൊക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വരട്ടെ ഈ ടൈം കുറച്ചൊന്ന് വേസ്റ്റ് ചെയ്ത് പോകുന്ന ടൈമിൽ. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും എന്താ പറയുക പുറത്തു പോകരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ സ്പെൻഡ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ രാവിലെ എഴുന്നേറ്റ് ഉടനെ ബുക്ക് തുറന്ന് നോക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അനങ്ങാൻ പാടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രം എഴുന്നേറ്റ് പോവുക. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ജീവനുള്ളൊരു വസ്തുവല്ലേ. അപ്പം
തളർച്ച, ടയേർഡ്നെസ് ഇതൊക്കെ ഉണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ റെസ്റ്റ് എടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ ജസ്റ്റ് നല്ലൊരു പാട്ട് കേൾക്കുക. അങ്ങനത്തെ എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ബോഡിക്ക് കൊടുക്കുക. കാരണം നമുക്ക് അതിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഒരു മനുഷ്യന് രാവിലെ എഴുന്നേറ്റിരുന്ന് രാത്രി വരെ ഞാൻ ബുക്ക് നോക്കി ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ എൻ്റെ സൗണ്ട് കുറവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരുപാട് ഒച്ച വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ചായിട്ടാണ് സംസാരിക്കുക. അല്ലെങ്കിൽ ഞാൻ അലറി വിളിച്ച് ഹേ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നേനെ. അങ്ങനെ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനകത്തോട്ട് കയറത്തുള്ളൂ. ഉച്ചത്തിൽ സൗണ്ട് വയ്ക്കുമ്പോഴത്തേക്കല്ലേ കേൾക്കത്തുള്ളൂ. സോ അതാണ് കാര്യം. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുകൊണ്ട് ഒരു കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. പിന്നെ എന്ന് പറയുന്നത് ഡെഡ് ലൈനിനെ പറ്റിയിട്ടാണ്. ഡെഡ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഏപ്രിൽ 25 കൊണ്ട് നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും മാക്സിമം നിങ്ങൾ തീർക്കുക. ഓക്കെ, മാക്സിമം MCQസും കാര്യങ്ങളെല്ലാം തീർക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേനും 3 സബ്ജക്റ്റ് റിവിഷൻ തുടങ്ങുക. റിവിഷൻ തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ അത്യാവശ്യം നന്നായിട്ട് അറിയാമെന്നുള്ള ചാപ്റ്റേഴ്സിനെ ജസ്റ്റ് നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ഓരോ ചാപ്റ്റർ വൈസോ അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടോ MCQs പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുറകിലോട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സുകളുടെ യൂട്യൂബ് എടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ടെങ്കിൽ വൺ ഷോട്ട് സീരീസോ അങ്ങനെ എന്തെങ്കിലും കാണുക. ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രാക്ടീസും റിവിഷനിലുമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് വരിക. നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കുന്നതിൽ നമുക്ക് പ്രോബബിലിറ്റി തന്നെ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റ് പഠിച്ചു, അത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ കൺസെപ്റ്റ് പഠിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഈ ഒരു അവസാനത്തെ സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്കാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഹാർഡ് വർക്ക് മാത്രം ഒരുപാട് ഡിറ്റർമിനേഷനും കൊണ്ടുവന്നിട്ട് അവസാനത്തെ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അത് ചെയ്യുക. പിന്നെ കൂടാതെ ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ തന്നെ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. മെയ് 1 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുമ്പേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഏറ്റവും അടുത്തൊരു ടൈമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു തരുന്നത്. മോക്ക് ടെസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് റിവ്യൂ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് എല്ലാ എക്സാമിനും വരുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാം, ഹാർട്ട് ഈസ് മയോജനിക്, കാർഡിയോജനിക്, ന്യൂറോജനിക് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരുവാണ്. അപ്പോൾ നിങ്ങൾ അതിങ്ങനെ നോക്കി, അല്ലെങ്കിൽ ഹാർട്ട് ഈസ് ഡാഷ് ഡിറൈവ്ഡ് ഓർഗൻ, മീസോഡം, മെക്ടോഡം, എൻഡോഡം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉത്തരം അറിയത്തില്ല. നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാം, മീസോഡമലി ഡിറൈവ്ഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ തന്നെ ആ ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങൾ കവർ ചെയ്തു. അതിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മനസ്സിലായോ? നമ്മളിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് ആ ടോപ്പിക്ക് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം റിവ്യൂ ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് കാണുന്നത് ആ ക്വസ്റ്റ്യൻ്റെ ആ സബ് ടോപ്പിക്ക് കറസ്പോണ്ടിങ് NCERTയിൽ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് ഡോണ്ട് യൂസ് മൾട്ടിപ്പിൾ റിസോഴ്സസ്. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ടൈമാണ്, നിങ്ങൾ അവസാനം എത്തി നിൽക്കുന്നതാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് റിസോഴ്സസിൻ്റെ, അതായത് ഒരുപാട് ക്ലാസ്സസിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നേടാനും പറ്റത്തില്ല, ഒന്നും പഠിക്കാനും കഴിയത്തില്ല. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി ചെന്ന് ജോയിൻ ചെയ്തതാകും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങളടുത്ത് ഈ ഒരു സമയത്ത് പല ആൾക്കാരും പല ടീച്ചേഴ്സും പറയുക നിങ്ങൾ ക്ലാസ് നോട്ട്സ് പഠിക്കാൻ. ആക്ച്വലി ക്ലാസ് നോട്ട്സ് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, എക്സെപ്റ്റ് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രിക്കും ഫിസിക്സിനും നോട്ട്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. കാരണം ഫോർമുലാസ് ഉണ്ട്, 1 ലൈൻ സെൻറ്റൻസുകളുണ്ട്, അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ ബയോളജിക്ക് ഒരിക്കലും നിങ്ങൾ ഒരു നോട്ട്സുകളും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് NCERT ബയോളജി അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതെനിക്ക് മസ്റ്റായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. അവസാനത്തെ നിമിഷം എത്തി, അതുകൊണ്ട് ഇനി ബയോളജി ഏത് സബ്ജക്ട്സ് ആയിക്കോട്ടെ ആണെങ്കിലും ഞാൻ നോട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കോച്ചിങ് നോട്ട്സ് ഉണ്ട് അതിൽ നോക്കിയിരുന്ന് പഠിക്കാം എന്ന് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ മാറ്റിയേക്കുക. അത് നിങ്ങൾ പ്രാക്ടീസും ചെയ്യരുത്. ഫോർമുല നോട്ട്സും കാര്യങ്ങളൊക്കെ ഫിസിക്സും കെമിസ്ട്രിക്കും ആണെങ്കിലും ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബയോളജിക്ക് എപ്പോഴും അവസാന നിമിഷം വരെ NCERT മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ക്രാഷ്
കോഴ്സിലും ബയോളജിയിലെ NCERT നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് റിവൈസ് ചെയ്തത്. കാരണം എന്നും നിങ്ങളുടെ മനസ്സിൽ NCERT ആണ് വരേണ്ടത്. ഏത് എക്സാമിന് എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും NCERT വേണം നിങ്ങളുടെ മനസ്സിൽ വരാനായിട്ട്. സോ അതുകൊണ്ടാണ് എൻ്റെ ക്രാഷ് കോഴ്സിൽ ഞാൻ ഈ NCERT ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വിക്ക് റിവിഷൻ എടുത്തത്. കാരണം നിങ്ങളുടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഒരുപാട് വേസ്റ്റായി പോകാൻ പാടില്ല. ഒരു ചാപ്റ്ററിന് 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ സമയം പോയി, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്കൊന്നും റിവൈസ് ചെയ്യാനും പറ്റിയില്ല, നിങ്ങൾക്ക് ഒരു MCQസും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ കാര്യം തന്നെ ഇല്ല. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് വേണം, അതല്ലേ? സോ അതാണ് ഒരു എന്താ പറയുക, ക്ലാസ്സിന് എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് ഇവിടെ പറയണമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് NEET ക്രാഷ് കോഴ്സ് 2023 എന്ന് കാണും. നിങ്ങൾക്ക് ക്ലാസ് പ്രിവ്യൂ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഫസ്റ്റ് 2-3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ MCQs ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല റെസ്പോൺസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈമിലെ പോലെ തന്നെ ഇത്തവണയും ഈ കുട്ടികൾക്കൊക്കെ 320+ സ്കോർ ചെയ്യാൻ പറ്റണം എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മൾട്ടിപ്പിൾ റിസോഴ്സസ് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ അത് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ പറയുക, ക്വിക്ക് റിവിഷൻ നോട്ട്സുകളാണ്. അത് ഞാൻ പറഞ്ഞത് ക്വിക്ക് റിവിഷൻ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചിലപ്പോൾ ഫോർമുല ബുക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അതൊക്കെ നമുക്ക് അവസാന നിമിഷം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എക്സാമിൻ്റെ അടുത്ത് പറയുന്ന 1 വീക്കൊക്കെ കിടക്കുമ്പോൾ നമ്മൾ അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിവിഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ബയോളജി ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ മൈ റിവിഷൻ ക്ലാസ്. ഓക്കെ, 24 മണിക്കൂർ കൊണ്ടാണ് ക്ലാസ് തീരുന്നത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചുമ്മാ പറ്റിക്കുന്നതാണ്, അങ്ങനെയാണ് ഒരാൾക്ക് പറ്റുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നേരം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ സാച്ചുറേറ്റഡ് ആവും അല്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാപ്റ്റർ 45 മിനിറ്റ്സിൽ നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. 24 മണിക്കൂർ ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 2 ദിവസത്തിലാണ്, എങ്കിലും 2 ദിവസത്തിൽ നിങ്ങൾ ബയോളജി തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോരം ടൈം അത് റിവൈസ് ചെയ്യാൻ കിട്ടും എന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കുക. സോ ബയോളജി ഇപ്പോഴും പുറകിൽ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ച് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് പുഷ് യുവർ സെൽഫ്. അതായത് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, അത്രയും കൂടെ അല്ലേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം നിങ്ങൾ പുഷ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാക്സിമം അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും നേടിയെടുക്കാൻ തന്നെ സാധിക്കും. സോ അതുപോലെ നെഗറ്റീവ് തോട്ട്സുകൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇനി മുതൽ നിങ്ങളുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല, എക്സാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.